വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമിൽ ജുമുഅ എന്നാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം, മറ്റു ദിവസങ്ങൾ ശർറാന്നല്ല അതിൻ്റെ അർത്ഥം. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായത് യൗമുൽ ജുമുഅ, ജുമുഅ ദിനമാകുന്നു. മറ്റ് ദിവസങ്ങൾ മോശപ്പെട്ട ദിവസവും നഹ്സ എന്നൊന്നും ഇതിൻ്റെ അർത്ഥമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ചില ദിവസങ്ങളെ ചിലതിനേക്കാൾ ശ്രേഷ്ഠപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മറ്റു ദിവസങ്ങൾ മോശം എന്ന അർത്ഥത്തിലല്ല. ഏതുപോലെ അള്ളാഹു ചില പ്രവാചകന്മാരെ മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠപ്പെടുത്തി പ്രത്യേകം ശ്രേഷ്ഠപ്പെടുത്തി പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകന്മാർ മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല. അത് അള്ളാഹു നൽകുന്നൊരു ഫളലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായതാണ് ജുമുഅ ദിനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ ദിവസത്തിൽ നടന്നിട്ടുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളെയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഫീഹി ഖുലിഖ ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദം സൃഷ്ടിക്കപ്പെട്ട ദിനം അലൈഹിസ്സലാം. രണ്ടാമതായി പറയാണ് വഫീഹി ഉദ്ഖില ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം നൽകപ്പെട്ട ദിവസം വെള്ളിയായിരുന്നു. വഫീഹി ഉഖ്രിജ മിൻഹാ, അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അവർ പുറത്താക്കപ്പെട്ട ദിനവും ഒരു വെള്ളിയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ തഖൂമുസ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ലോകത്തിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് ഒരു വെള്ളിയാഴ്ചയായിരിക്കും. അപ്പോൾ ഏറ്റവും പരമപ്രാധാന്യമുള്ള, വളരെയേറെ പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ അത് ഗൗരവത്തോടെ ഉൾക്കൊണ്ടവർ എത്ര പേരുണ്ട്? ആണാവട്ടെ പെണ്ണാവട്ടെ ആ ദിവസത്തെ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ എന്നോടും നമ്മൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടെ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ്. എൻ്റർടൈൻമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി സമയം കളയേണ്ടുന്നൊരു ദിവസമാണോ? അല്ലേ? അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മളിന്ന് വില കുറച്ച് കാണുകയാണ് വെള്ളിയാഴ്ച ദിവസത്തെ, വില കുറച്ച് കാണുകയാണ്. ഇതിൽ നിന്നൊരു മാറ്റം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ഒരു സമൂഹത്തെയും ഒരു വ്യക്തിയെയും ഒക്കെ അത് ഒറ്റയടിക്ക് മാറുകയില്ല. നാം മാറണം എന്ന് വിചാരിച്ചാൽ മാറ്റം വരും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും നന്നാക്കുകയില്ല, മാറ്റം വരുത്തുകയില്ല, സ്വയം ഒരു മാറ്റത്തിന് അവർ തയ്യാറാകാത്തിടത്തോളം കാലം. അപ്പം നമ്മളിത് പറയുന്നുവെങ്കിൽ നമുക്കൊരു തീരുമാനം വേണം. ഇതുവരെ കഴിഞ്ഞ വെള്ളികളെപ്പോലെ ആവരുത് ഇനി വരുന്ന വെള്ളികൾ. ഞാൻ കുറച്ച് ശ്രദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിന് കുറച്ച് ഗൗരവം കാണണം. തീരെ ശ്രദ്ധിക്കപ്പെടാതെ വെറും ഉറങ്ങാനും കറങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാക്കി വെച്ചത് പതിയെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നുകൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ നാം ഏറ്റവും വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് അധപ്പതിക്കുകയായിരിക്കും ഫലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എന്നോടും നിങ്ങളോടും അതിൻ്റെ ചില മര്യാദകളും ആ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, അന്നത്തെ ദിവസത്തിൻ്റെ ഫജ്ർ നിസ്കാരത്തിൽ തന്നെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
അന്നത്തെ ഫജർ നാം നിസ്കരിക്കുമ്പോൾ ഇമാമാണെങ്കിൽ ആ ഇമാം എന്ത് ചെയ്യണം? ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു സജദയാണ് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുദ് ദഹ്ർ അഥവാ ഹൽ തഅലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ എന്ന് തുടങ്ങുന്ന സൂറത്താണ് പാരായണം ചെയ്യേണ്ടത്. നിർബന്ധമൊന്നുമല്ല. സജദയും ദഹ്റും പാരായണം ചെയ്യൽ നിർബന്ധമൊന്നുമല്ല. പക്ഷേ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഈ ഒന്നാമത്തെ സൂറത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സജദയും രണ്ടാമത്തേതിൽ ദഹ്റുമായിരുന്നു പാരായണം ചെയ്തിരുന്നത്. അതല്ലാത്ത സൂറത്ത് ഓതിയാൽ കുറ്റമല്ല, തെറ്റല്ല, ഹറാമല്ല, ഒന്നുമല്ല. പക്ഷെ കൂടുതൽ പുണ്യം അതാണ്. അതിന് പണ്ഡിതന്മാർ പല കാരണങ്ങളും പറയുന്നു. ഇവർ പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽ ആയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിത ലോകത്ത് ഈ 2 അധ്യായങ്ങളിലും പരലോകത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഭയാനകമായ പാരത്രികമായ ലോകത്തിനടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യമായ കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം എന്ന് പണ്ഡിത ലോകത്ത് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സഹോദരന്മാരെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും ഫജറിന് പള്ളിയിലാണ് ജമാഅത്തിന് പോകേണ്ടത്. പക്ഷെ വെള്ളിയാഴ്ച ആർക്കും ഫജറില്ല. വെള്ളിയാഴ്ച ഫജറില്ല. എന്താ കാരണം? അന്ന് പ്രവാസികളുടെ റൂമിൽ അലാറം മുഴങ്ങുന്നത് വളരെ വൈകിട്ടാണ്. അല്ലാത്ത കാലത്തൊക്കെ പ്രവാസികൾ അലാറം വെക്കും. ചിലപ്പോൾ സുബഹി കിട്ടിയെന്ന് ഒരു എന്താ ഡ്യൂട്ടി ടൈം നോക്കിയിട്ടാ. വെള്ളിയാഴ്ച ഡ്യൂട്ടി ഇല്ല, അതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങും. അതുപോരാ, വെള്ളിയാഴ്ച ഫജ്ർ നിസ്കാരത്തിന് നമ്മൾ എത്തുന്നുണ്ടോ? വേറെയും കാരണമുണ്ട്. വെള്ളിയാഴ്ച ഫുൾ ഒഴിവാണ്. അപ്പം വ്യാഴാഴ്ച ഫുൾ എന്ത് ചെയ്യും? ഉറക്കൊഴിക്കും. സിനിമ കാണാനും സീരിയൽ കാണാനും ഫിലിം കാണാനും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് വെറുതെ അനാവശ്യമായ ചർച്ചകൾക്കുമൊക്കെ സമയം കളഞ്ഞ് 12ഉം 1 മണിയും 2ഉം 3ഉം ഒക്കെ ആയിട്ട് അവസാനം പോയിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് എഴുന്നേൽക്കുക എപ്പോഴാ? ജുമാക്ക് പോകണമല്ലോ എന്ന നിലക്ക് 11 മണിക്ക്. സുബഹി അതിൻ്റെ ഇടയിലില്ല. എന്തിനാ ഇവൻ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ഇവൻ ജീവിക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫജ്റിന് നിർബന്ധമായും എല്ലാ പുരുഷന്മാരും പള്ളിയിലെത്തണം. അപ്പോൾ ഇമാം ഓതിക്കോളൂ. അവിടെ ദഹ്റും സജരി ഓതുകയാണെങ്കിൽ കിട്ടി, ഇല്ലെങ്കിലോ അപ്പം അധികം ഇമാമിയങ്ങളും അത് പാരായണം ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മൗമുമിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. ഓതുകയാണെങ്കിൽ തന്നെ പലരും കുറച്ച് ഭാഗം ഓതുന്നാണ്. സജരിന്ന് കുറച്ച് ഭാഗം ഓതും, ദഹ്റിന്ന് കുറച്ച് ഭാഗം ഓതും. അപ്പം എന്തായിരുന്നാലും ഒന്നാമത്തെ ആ ഫജ്റിൽ ആ നിസ്കാരത്തെ തന്നെയും വെള്ളിയാഴ്ച ദിവസത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സുന്നത്തുണ്ട്. ഇനി സ്ത്രീകൾ അധികവും 99.9% അങ്ങനെ ജമാഅത്തിന് പോകാത്തവരാണ്. ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അവരിത് ശ്രദ്ധിക്കണം. അവരെ കൺട്രോളിലാണല്ലോ. അതുകൊണ്ട് അവർ സജദ ഒന്നാമത്തതിലും രണ്ടാമത്തതിൽ ദഹ്റും പാരായണം ചെയ്യട്ടെ. ഇടയ്ക്കൊന്ന് മാറ്റി ഓതുക. കാരണം എന്താ? വെള്ളിയാഴ്ച ഇത് പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും വേണ്ട. ഇടയ്ക്കൊന്ന് അത് ഓതാതെ ഇരിക്കുക. രണ്ടാമതായി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുളിക്കണം. ഗുസ്ലുൽ ജുമുഅ വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. എല്ലാ പ്രായപൂർത്തിയായവരുടെ മേലും ജുമുഅക്ക് കുളിക്കൽ നിർബന്ധമാണ്. ആ നിർബന്ധം മുഅക്കദായ സുന്നത്ത് എന്ന അടിസ്ഥാനത്തിലാണെന്നും കുളിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷയൊന്നും കിട്ടൂല എന്നുമൊക്കെ വിശദീകരണങ്ങളിൽ കാണാം. എന്തായിരുന്നാലും വളരെയേറെ പുണ്യകരമാണ് വെള്ളിയാഴ്ച ദിവസത്തെ കുളി. അതുപോലെ തന്നെ അലാ കുല്ലി മുസ്ലിം അൽ ഗുസ്ലു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ എല്ലാ മുസ്ലിമിന്റെ മേലും അനിവാര്യമായ സംഗതിയാണ്. വയൽബസു മിൻ സ്വാലിഹി സിയാബിഹി, അവന്റെ വസ്ത്രത്തിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കലും, ഇൻ കാന ലഹു തീബുൻ മസ്സ മിൻഹു, സുഗന്ധം കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കലും. അവ എന്തൊക്കെ പറഞ്ഞു? കുളിക്കൽ പറഞ്ഞു, നല്ല വസ്ത്രം ധരിക്കൽ പറഞ്ഞു, സുഗന്ധം ഉപയോഗിക്കലും പറഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം. എല്ലാ ദിവസവും കുളിക്കുന്നില്ലേ? എല്ലാ ദിവസവും പുറത്തിറങ്ങുമ്പോൾ അത്തർ അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല വസ്ത്രം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമായില്ല. വെള്ളിയാഴ്ച ദിവസം കുളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം ഇത് ജുമയുടെ കുളിയാണ്.
അതിൻ്റെ അർത്ഥം എന്താ? ശവറിൻ്റെ ചോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം അങ്ങനെ പിടിച്ചിട്ട് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പുണ്യം കിട്ടുവാൻ വേണ്ടി കുളി എന്ന സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തലയിൽ വെള്ളം ഒഴിക്കലാ? ആളുകൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ ചൊല്ലി പറയലാ പഠിച്ചിട്ടുള്ളത്. ഉളുവിന് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉസല്ലി എങ്ങനെ നബൈത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉളു എടുക്കുന്നു, ഞാൻ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു. നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി ഫർള സ്വലാത്തിൽ ഇശാഇ. ഷാ നിസ്കാരത്തെ ആദ്യം അറബിയിലും പിന്നെ മലയാളത്തിലൊക്കെ പറഞ്ഞ്, നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നവൈത്തു സൗമഗദിൻ അന്നദായി ഫർള റമളാൻ ഹാദിഹി സന എന്നിങ്ങനെ അറബിയിലും പിന്നെ മലയാളത്തിലും പറഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും നിയ്യത്ത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരത് ഇങ്ങനെ ചൊല്ലി പറയലാണ്. ഇല്ല, നമ്മളെ മനസ്സിലാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം കുളിക്കുമ്പോൾ ഇത് ജുമാ ദിനത്തിൻ്റെ കുളിയാണ്, ഇത് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ് എന്ന ഉദ്ദേശം മനസ്സിലുണ്ടാകണം. എങ്കിലേ കൂലി കിട്ടൂ. അല്ലെങ്കിൽ സാധാരണ ഒരു കുളിയും കുളിച്ചെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു കുളിയുണ്ട്, ആ കുളി കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ധരിക്കുക. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക. അങ്ങനെ ഏറ്റവും ഭംഗിയോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെടുക. അതിൽ തന്നെ നേരത്തെ പോകാനായി ഇസ്ലാം പറഞ്ഞ്. ലോകത്ത് കാണൂല ഈ ഒരു സുന്നത്തൊന്ന്, വളരെ അപൂർവമാണ്. നമ്മളൊക്കെ ഇവിടെ പ്രവാസ ലോകത്ത് വന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളികൾ ഫുള്ളാകുന്നുണ്ട്. നമ്മളെ പവറൊന്നുമല്ല, നമ്മളെ മലയാളിയുടെ പവറൊന്നുമല്ല. പലപ്പോഴും ആളുകൾ നേരത്തെ ഒക്കെ ഏതാണ്ടൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ആളുകളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ മലയാളികൾക്കിടയിലും വലിയൊരു സ്വീകാര്യത നേരത്തെ പോകുന്നതിന് എത്തിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഒന്നുമല്ല, ഖത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പെങ്കിലും പള്ളിയിൽ എത്തണം എന്ന ഒരു കൃത്യമായ ഒരു ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അൽഹംദുലില്ലാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളവൻ്റെ തന്നെ അനുഭവത്തിൽ അറിയാം. ഇപ്പോൾ ഷാർജയിൽ നമ്മൾ മിമ്പറിൽ കയറുമ്പോഴേക്ക് പള്ളിയും പുറത്തും ഫുള്ളാണ്. പിന്നെ വരുന്നവരൊക്കെ പുറത്താണ്. അപ്പം അത് ജനങ്ങൾക്കിടയിൽ അൽഹംദുലില്ലാ ഒരു വലിയ മാറ്റം തന്നെയാണ്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മനിഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജനാബത്ത് കുളിച്ചാൽ, അഥവാ പൂർണ്ണമായ നിലക്കുള്ള ഒരു കുളി ഒരാൾ ജുമുഅ ദിനം കുളിക്കുകയും സുമ്മ റാഹ ഫി സാഅത്തിൽ ഊലാ, അതിൻ്റെ 1-ാമത്തെ മണിക്കൂറിൽ അവൻ നേരത്തെ പള്ളിയിലേക്ക് പോവുകയും ചെയ്താൽ, ഫകഅന്നമാ ഖറബ ബദനതൻ, ഒരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ബലിയർപ്പിച്ചതിൻ്റെ പുണ്യമാകുന്നു. അതുപോലത്തെ പുണ്യമാണ്. ഒരൊട്ടകത്തെ ദാനം ചെയ്തതിൻ്റെ പുണ്യം പോലത്തെ പുണ്യം അതുപോലെയാണ്. ഒമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, 2-ാമത്തെ മണിക്കൂറിൽ പോയവൻ, ഫകഅന്നമാ ഖറബ ബഖറതൻ, ഒരു പശുവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് സമർപ്പിച്ചവനെ പോലെയാകുന്നു. ഒമൻ റാഹ ഫിസ്സാഅത്തി സാലിസതി, 3-ാം മണിക്കൂറിൽ പോകുന്നവൻ, ഫകഅന്നമാ ഖറബ കബ്ശൻ നഖറന, നല്ല കൊമ്പുള്ള ഒരു ആട്ടിനെ ബലിയർപ്പിച്ച് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ചവനെ പോലെയാണ്. ഒമൻ റാഹ ഫിസ്സാഅത്തി റാബിയ, 4-ാമത്തെ മണിക്കൂറിൽ പോയവൻ, ഫകഅന്നമാ ഖറബ ദജാജതൻ, ഒരു കോഴിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവനെ പോലെയാണ്. ഒമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസതി, 5-ാം മണിക്കൂറിൽ 5-ാമത്തെ ടൈമിൽ പോകുന്നവൻ, ഫകഅന്നമാ ഖറബ ബീളതൻ, ഒരു കോഴിമുട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവനെ പോലെയാണ്. ഫഇദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ട് വന്നാൽ, ഹദറത്തിൽ മലായികത്തു, മലക്കുകൾ ഹാജരാകുന്നു. യസ്തമിഊന ദിക്റ, ഉത്ബോധനം ശ്രവിക്കുന്നവരായ നിലയിൽ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് നിങ്ങൾ കേട്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ട്. ഈ ഹദീസ് നിങ്ങളത് മനസ്സിലാക്കണം, തിരുത്തണം. പല ആളുകളും പറയണത്, പള്ളിയിൽ ആദ്യം എത്തിയവനക്ക് ഒട്ടകത്തിൻ്റെ കൂലിണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ 12 മണിക്ക് എത്തിയവൻ ഒട്ടകത്തിൻ്റെ കൂലിണ്ടാവും, അപ്പോൾ വേറെ ആരുമില്ല, അവൻ ഒട്ടകത്തിൻ്റെ കൂലി കിട്ടുമോ? ഇത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഏകദേശം പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു, സൂര്യോദയം കഴിഞ്ഞ് ജുമാക്ക് ഖത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 5 സമയങ്ങളിലായിട്ട് 5 മണിക്കൂർ.
ഇപ്പൊ ഏകദേശം ഒരു 6:34-35 ഷുറൂഖ്, സൂര്യൻ ഉദയം നടക്കുന്നു. 12:02, 12:03 ഖത്തീബ് മിമ്പറിൽ കയറും. അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങൾ 5 ഭാഗിച്ചോളൂ. ആ 5 ഭാഗിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ സാഴത്തിൽ, ഒന്നാം നാഴികയിൽ 5 ഡിവൈഡ് ചെയ്താൽ, വേർതിരിച്ചാൽ, ആ സൂര്യോദയം നടന്നതിന് ആദ്യ സമയത്ത് ആരെത്തുന്നോ ആ മണിക്കൂറിൻ്റെ അകത്തെത്തുന്നവർക്കാണ് ഒട്ടകത്തെ ബലിയർപ്പിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചവൻ്റെ പോലെയുള്ള കൂലി കിട്ടുന്നത്. ഇന്ന് പരിക്കലുണ്ടാവുമോ? ഒട്ടകത്തിൻ്റെ കൂലി ആർക്കും കിട്ടുമോ? നിങ്ങളാരെങ്കിലും കണ്ടുകിടോ സംസ്കാരം സൂര്യോദയം കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോകണം? രണ്ടാമത്തതാണ് പറഞ്ഞത് അടുത്ത മണിക്കൂർ പശുവിൻ്റെ ബലിയർപ്പിച്ചവനെ പോലെ. മൂന്നാമത്തതാണ് പറയുന്നത് ആട്. 4-ാം മണിക്കൂറാ പറയുന്നത് എന്ത്? കോഴി. അതും കിട്ടുന്നവരില്ല, വളരെ കുറവാ. 5-ാം മണിക്കൂർ ബീലത്ത്. ഒരു 11 എത്തിയാൽ അവനക്ക് കിട്ടും. 11 മണിക്ക് എത്തുണ്ടോ? ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. ഇതിനാ പറയുന്നത്, ഇത് പഠിക്കാനല്ല, ഇത് അമൽ ചെയ്യാനുള്ളതാണ്. ഇത് അമൽ ചെയ്യണം. അത് കുറച്ച് പ്രയാസമാണല്ലോ. ഉറക്കൊഴിക്കലേ, ഉറങ്ങണ്ടേ? എന്തുകൊണ്ടാ ഉറങ്ങേണ്ടി വരുന്നത്? തലേദിവസം രാത്രി ഉറക്കൊഴിച്ചു, നാളെ വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ടൊന്ന് ഉറങ്ങണം എന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് ഇന്ന് നേരത്തെ ഉറങ്ങട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളാണെങ്കിൽ നേരെ കിഴുക്കാൻ തൂക്ക് ബുദ്ധിയാണ്, തല കീഴായി മറിഞ്ഞ ബുദ്ധിയാണ്. നമ്മൾ നേരെ പറയുന്നത് നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. അപ്പോൾ ഉറക്കത്തിൻ്റെ മൂടായി, സുബഹിയും കിട്ടൂല. ഇനി സുബഹിക്ക് പോയാൽ തന്നെ വേണം വേണ്ട വെച്ചിട്ട് ഇമാം സലാം വീട്ടാൻ ഒഴിവില്ല. 2ാമത്തെ സലാം വീട്ടിൽ ചിലപ്പോൾ പള്ളിയുടെ പുറത്ത് കിടന്നിട്ടാവും. അത്ര തിരക്കിലാണ് നമ്മൾ, അത്ര തിരക്കിലാണ്. എന്നിട്ട് വന്നൊരൊറ്റ കിടത്താണ്. പിന്നെ എത്ര മണിക്കാ എഴുന്നേൽക്കുക? അത് സുബഹി ഉള്ളോന്, അല്ലാത്തവനെ അലത്തൂൽ ഉറങ്ങന്നെയാണ്, അവൻ ഉറങ്ങന്നെയാണ്. പിന്നെ എപ്പോഴാ സുബഹിസ്കാരം? വെള്ളിയാഴ്ച 7 മണിക്ക്. അവനെപ്പോഴാ സൗകര്യമെങ്കിലും ഉണർന്നിട്ട്. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? സമയം തെറ്റി എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് ഉറങ്ങിക്കൂടാതെന്നല്ല. മനഃപൂർവ്വം ഒരാൾ ബാങ്കിൻ്റെ സമയം അറിഞ്ഞിട്ട് ഉറങ്ങിയാൽ പിന്നെ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല. അതേ അവസരത്തിൽ ഒരാൾ ക്ഷീണം കൊണ്ട് ഒരു ദിവസം ഉറങ്ങിപ്പോയി, ബാങ്കും ജമാഅത്തൊന്നും അയാൾ അറിഞ്ഞില്ല, സൂര്യോദയം കഴിഞ്ഞിട്ടാണ് അയാൾ ഉണർന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉണർന്നെഴുന്നേറ്റ നേരം തന്നെയാണ് അയാളുടെ സുബഹി. അതേ അവസരത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങുന്നു, എണീക്കാലോ എന്ന് വിചാരിച്ച് പിശാചിങ്ങനെ നം ഉറങ്ങിക്കോ ഇന്നൽ ലൈല തവീൽ, രാത്രി വളരെ ഇനിയും വേറെയുണ്ട്, ഉറങ്ങിക്കോ എന്ന് കേട്ടിട്ട് ആ താരാട്ട് കേട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് സൂര്യനുരിച്ചിട്ട് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം റബ്ബിന് വേണ്ട, കാര്യമില്ല. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. പല ആൾക്കാരും എന്താ അറിയോ, സുബൈ കലാ വീട്ടിനാണ് ജുമാക്ക് പള്ളിയിൽ വന്നിട്ട്. അത് ഈ സുബൈക്ക് കുനൂത്തില്ലാത്തവർക്ക് വലിയ സൗകര്യമാണ്. ഇവൻ ഏതാ നിസ്കരിക്കണമെന്ന് ആർക്കും തിരിയില്ലല്ലോ. സുബൈക്ക് കുനൂത്ത് ഓതുന്നവനാണ് സാധുക്കൾ 2 കൈയും പൊക്കുമ്പോഴാണ് ഇവൻ സുബൈ നിസ്കരിച്ചിട്ടില്ലല്ലേ, ഇതിപ്പോൾ അതും വേണ്ടല്ലോ. പല മടിയന്മാർക്ക് സുബൈക്ക് കുനൂത്ത് വേണ്ടാന്നായപ്പോൾ ശരി എന്നാ പിന്നെ നല്ല ചാൻസ് ആണ്, പോയി കലാ വീട്ടിയാൽ മതി ജുമാക്ക് പള്ളിയിലെത്തിയിട്ടെന്ന്. ആരാ ഇത് പറഞ്ഞത്? ആ നിസ്കാരം റബ്ബിന് വേണോ? സമയം നിശ്ചയിച്ച നിസ്കാരം സമയം തെറ്റിച്ചിട്ട് മനഃപൂർവ്വം തെറ്റിച്ചിട്ട് അത് നിസ്കരിച്ചാൽ അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കാര്യം എല്ലാവരും ഗൗരവത്തിലെടുക്കുക. ഉറക്ക് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് ഈ 1-ാം സമയത്ത് എത്താൻ പറ്റുമോ? ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും മുൻഗാമികളായ സഹാബത്തും താബിഈങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ കാണുന്നത് സുബഹിസ്കാരം കഴിഞ്ഞാൽ തന്നെ റോഡുകൾ നിറയുന്നാണ്. എവിടേക്ക്? നമ്മൾ ഈദ്ഗാഹിൽക്ക് പോണമാതിരി കൂട്ടായി ജുമാക്ക് പള്ളിയിലേക്ക് എല്ലാ ആഴ്ചയും അവർ പോകുന്നു. 1-ാം സാഴത്തിൻ്റെ പുണ്യം കിട്ടാൻ ആയുഷ്കാലത്തിൽ ഒരിക്കൽ നമുക്ക് കിട്ടുമോ? ഒരിക്കലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. 2-ാം സാഴത്തിൽ, 3-ാം സാഴത്ത്, 4-ാം സാഴത്ത് 5 മണിക്കൂറായിട്ടാണ് ഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ സമയത്തും നമ്മളിങ്ങനെ എന്താണ് വെറുതെ റൂമിലുണ്ട്, കിടന്നുറങ്ങിയൊക്കെ നീറ്റു. മറ്റേത് വന്നിട്ടുണ്ട് പത്രം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇപ്പോൾ അൽക്കഫ് എന്ന് ഓതുകയാണെങ്കിൽ അപ്പോഴാ പത്രം വന്നത്, അപ്പം മടക്കി വെച്ചു. കാരണം പത്രം വന്നില്ലേ, സൂര്യൻ ഉദിച്ചില്ലേ, ഇനിയിപ്പോൾ മെഴുകുതിരിക്ക് എന്താ സ്ഥാനം? നമ്മളെ കൽബാണത്. ഖുർആൻ മടക്കി വെച്ചു, പിന്നെ പത്രമാണ്. അത് അരിച്ച് പെറുക്കുകയാണ്.
ഒരുപാട് സമയം അല്ലെങ്കിൽ ന്യൂസ് ഇട്ടു,